ഹാലേലൂയ. വീണ്ടും ഒരു നല്ല ദിവസം നമുക്ക് ഒന്നിച്ചു ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉപവാസത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ, അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു, അതിനെപ്പറ്റി പറയുകയുണ്ടായി. അതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കാണാത്തവരുണ്ടെങ്കിൽ അത് കടന്നുപോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ചേർത്തിരിക്കാം. പാർട്ട് 1-ൻ്റെ ഇത് പാർട്ട് 2 ആണ്. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉപവാസത്തിൻ്റെ പ്രാധാന്യം. പുതിയ നിയമസഭയിൽ ഉപവാസത്തിന് പ്രാധാന്യമുണ്ടോ? എന്തിനാണ് ഉപവസിക്കുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒത്തിരി പേരുടെ മനസ്സിലുണ്ട്. പഴയ നിയമകാലത്തല്ലേ ഉപവസിക്കേണ്ടത്? പുതിയ നിയമത്തിൽ അതിന് പ്രാധാന്യമുണ്ടോ? എന്തുകൊണ്ട് 21 ദിവസം, എന്തുകൊണ്ട് 40 ദിവസം, എന്തുകൊണ്ട് ഒരാഴ്ച, ഇങ്ങനെയൊക്കെ ഉപവസിക്കേണ്ട ആവശ്യം എന്താണ്? കുഞ്ഞുങ്ങളെ ഉപവസിപ്പിക്കണോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പേർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂടി കേൾക്കുമ്പോൾ, ഈ പാർട്ട് കൂടി ആവുമ്പോൾ തീരുമോയെന്ന് അറിയത്തില്ല. എങ്കിലും ഇതുകൂടി കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളോടുകൂടെ ആയിരിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്നവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്ന യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആത്മമണ്ഡലത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് കയറി വരുവാൻ, അഭിഷേകത്തോടെ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ. വരുന്ന ഈ 2025 എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ വർഷത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ, ദൈവത്തിന്റെ ഹിതം നിറവേറാൻ, ആത്മമണ്ഡലത്തിൽ നമ്മൾക്കെതിരെ എഴുന്നേൽക്കുന്ന ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളെയും ജയിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഉപവാസവും ത്തോടുകൂടിയ പ്രാർത്ഥനയുടെ ആവശ്യകത എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ഒരു 7 പോയിന്റുകളിലൂടെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറയുകയുണ്ടായി, യേശുവിൻ്റെ മാതൃക പിന്തുടരാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 15-ാം വാക്യത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ന്റെ-35 ഉപവാസത്തോടെ പ്രാർത്ഥിക്കേണ്ടതിന്റെ കാര്യം ശിഷ്യന്മാരോട് യേശു പറയുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. നമുക്ക് അവിടെ ഒരു വാക്യം നമുക്കത് വായിക്കാം. മത്തായി 9:15. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴന്മാർക്ക് ദുഃഖിക്കാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. അതിന് മുമ്പിലത്തെ ഒരു വാക്യം വായിക്കാമോ? യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു. നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തെന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് യേശു പറയുന്നത്. ഇപ്പോൾ ഞാൻ അവരോട് കൂടെ ആയിരിക്കുവാണ്, എന്നാൽ അവരെ വിട്ട് പിരിയേണ്ട ഒരു നാൾ ഞാൻ വരും, അന്നേരം അവർ ഉപവസിക്കും എന്ന് യേശു പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ധ്വനിയുണ്ട്. തീർച്ചയായും ദൈവമക്കൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവർ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നേ മതിയാകൂ, പ്രാർത്ഥിച്ചേ മതിയാകൂ എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്ന ഭാഗമാണത്. ഇനി 1 പത്രോസ് 2:21 നമ്മളൊന്ന് വായിച്ചു കേൾക്കുകയാണ്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും ആ ഒരു വാക്യം വായിക്കാമോ? നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. 1 പത്രോസ് 2:21. അവിടെ പറയുന്ന ഇങ്ങനാണ്, നിങ്ങൾ യേശുവിന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പൊ യേശു തൻ്റെ ഐഹിക ജീവിത കാലത്തിൽ നമുക്കൊരു മാതൃക കാണിച്ചു തരികയായിരുന്നു. എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ, എങ്ങനെ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ ഓരോ ദിവസത്തെ ജീവിതവും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് മുതൽ ബൈബിളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നതായി കാണാം. രാത്രികാലങ്ങളിലൊക്കെ താൻ പ്രാർത്ഥിച്ചിരുന്നു. മലയുടെ മുകളിലേക്ക് കടന്നുപോയി പ്രാർത്ഥിച്ചിരുന്നു. നിർജ്ജന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി
താൻ പ്രാർത്ഥിച്ചിരുന്നു, ഏത് സമയത്തും പ്രാർത്ഥിച്ചിരുന്നതായിട്ട് കാണാം. മത്തായി 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നു. ലൂക്കോസ് 4:1 കാണാനായി സാധിക്കും. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ എന്നതിന് മുമ്പ് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുകയും 40 രാവും 40 പകലും താൻ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടും കൂടി മരുഭൂമിയിലായിരുന്നതും അവിടെ താൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതും ആ പരീക്ഷയാൽ ജയിച്ചതുമെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അത് വായിച്ചു നോക്കുക. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 40 രാപ്പകലുകൾ കർത്താവ് ആഹാരം ഒന്നും കഴിക്കാതെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറയുകയുണ്ടായി. അവിടെ 40 ദിവസങ്ങളിൽ പരീക്ഷയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ഒരു ഭാഗത്ത് നമുക്ക് കാണാനായി കഴിയും. അതിന്റെ ശേഷം പിശാച് പരീക്ഷിച്ചതായിട്ട് നമുക്ക് കാണാനായി കഴിയും. എന്തു തന്നെ ആയിരുന്നാലും അവിടെ ദൂതന്മാർ ശക്തിപ്പെടുത്താൻ ഇറങ്ങിയതായിട്ട് നമ്മൾ കാണുന്നു. എന്തു തന്നെ ആയാലും ഹെവൻലി പോർട്ടൽസ് ഓപ്പൺ ആകുന്ന സമയമാണ് ഉപവാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന എന്ന് ഞാൻ അതിൽ നിന്ന് പറയാനായിട്ട് ഇടയായിത്തീരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം, താൻ ഈ ഐഹിക ജീവിതകാലം എന്ന് പറഞ്ഞാൽ താൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയയാചനയും കഴിച്ചു. ഹല്ലേലൂയ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് സ്വയം ജീവൻ കൊടുക്കാനും അത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്. താൻ മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് താൻ ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളെ പ്രതിയാണ് താൻ മരിക്കാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ താൻ പ്രാർത്ഥിച്ചു, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മഹാപുരോഹിതന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടും താൻ വഹിച്ചിരിക്കുന്ന ആ പാപമുള്ള ഈ ജനതയെ രക്ഷിക്കാനായിട്ടാണ് യേശു നിലവിളിയോടും കണ്ണുനീരോടും അഭയയാചനയും അപേക്ഷയും കഴിച്ചിരുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാനായി കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് പ്രാർത്ഥന കണ്ണുനീരോടുകൂടി ഉപവാസത്തോടുകൂടി യേശു പ്രാർത്ഥിച്ചിരുന്നെന്നും ആ മാതൃക നമുക്ക് പിന്തുടരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ കാര്യം, പിശാചിന്റെ പദ്ധതികളെ നമുക്ക് ജയിക്കാനായി കഴിയും. പിശാചിന്റെ മേൽ അധികാരത്തോടെ നമുക്ക് എഴുന്നേൽക്കാനായും കഴിയും. അതിനാധാരമായി നമ്മളൊരു വചനം വായിക്കാനായി പോവുകയാണ്. മത്തായി 17:14 മുതൽ 21 വരെ നമുക്ക് വായിക്കാം. മത്തായി 17-ാമത്തെ അധ്യായം. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു. ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തു എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിന്റെ 17-ാം അധ്യായം 14 മുതൽ 21 വരെയാണ് നമ്മൾ വായിച്ചത്. അതിന്റെ 21-ാം വാക്യത്തിന്റെ ഒടുവിൽ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അവിടെ ഒരു മകന്, ഒരു പിതാവ് ചന്ദ്രരോഗത്താൽ അവൻ ഭാരപ്പെട്ടു, പലപ്പോഴും
തീയിലും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലാകുന്നു. അപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഭൂതമുണ്ട്, ഒരു ദുരാത്മാവുണ്ട്, ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. അവനെ ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് ആരുടെ ഉള്ളിലുണ്ട്? ഈ കുഞ്ഞിന്റെ ഉള്ളിലുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യനും സ്വയം വെള്ളത്തിലോ തീയിലോ ചെന്ന് വീഴാനായിട്ട് ആഗ്രഹിക്കുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് എന്ന് പറയുന്നത് വളരെ തന്ത്രശാലിയായ ഒരാളാണ്. അവന് ശക്തിയൊന്നുമില്ല. ശക്തിയെല്ലാം നമ്മുടെ കർത്താവിനാണ്, മഹത്വവും കർത്താവിനാണ്. അവന്റെ ശക്തിയെല്ലാം ദൈവത്തിന്റെ അധികാരത്തിനും ശക്തിക്കും ഒക്കെ കീഴിലേ വരത്തുള്ളൂ. പക്ഷേ അവൻ തന്ത്രശാലി ആയതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കിയാൽ കാണാം, യുവാക്കൾ, യുവതികൾ, ഒത്തിരി പേര് അഡിക്ഷന്റെ പിന്നാലെയാണ്. അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ പലരെയും ഞാൻ കൗൺസിൽ ചെയ്യുന്നൊക്കെ സമയത്ത്, പലരോടും ഞാൻ സംസാരിക്കുന്ന സമയത്തും അവർക്കൊരു ആത്മഹത്യാ പ്രേരണ അവരുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ ആയിരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. അവന് എപ്പോഴും മനുഷ്യരെ നശിപ്പിക്കണമെന്ന് ആഗ്രഹം, സൂയിസൈഡൽ ടെൻഡൻസി കൊണ്ടുവരുന്ന ഒരു സ്പിരിറ്റ് ആണ് അത്. എപ്പോഴും നിന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നിന്റെ ജീവിതം എന്തിനാണ്, ഇനി എല്ലാം മതി, നീ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കുക, ഇങ്ങനെല്ലാം പറഞ്ഞ് അവനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിർബന്ധിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കും. ഒരിക്കലും ഒരു സിസ്റ്ററിനെ ഞാൻ പരിചയപ്പെടാനായിട്ട് ഇടയായി. അപ്പൊ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ വന്നപ്പോൾ അവർ പറയുകയാണ്, ഒരു ശക്തി എൻ്റെ ഉള്ളിലിരുന്ന് പറയും, വഴിയിലൂടെ ഇങ്ങനെ ബസ് പോകുമ്പോൾ നീ അതിന്റെ മുന്നിലേക്ക് ചാട്. ഈ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർ ചാടാതെ നിന്നാലും ഒരു ഫോഴ്സ് വന്ന് അവരെ തള്ളി ആ ബസ്സിന് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് അവർ പറയാനായിട്ടിടയായി. അല്ലെങ്കിൽ വഴിയെ പോകുന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നീ തള്ളിയിട്, ആ ബസ്സിന് മുമ്പിലേക്ക് തള്ളിയിട്, ഇങ്ങനെയല്ല ദുരാത്മാവ് ഉള്ളിലിരുന്ന് പറയുകയും ഈ സഹോദരി ചെയ്യുകയും ചെയ്തു. അങ്ങനെ വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്കൊടുവിലാണ് പിന്നീട് ഒരു ഡെലിവറൻസിലോട്ടൊക്കെ മകളെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ മനസ്സിനുള്ളിലിരുന്ന് നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന സ്പിരിറ്റ്, ഒപ്പം അവസാനിപ്പിക്കാൻ വേണ്ടി തള്ളിയിടുന്ന സ്പിരിറ്റ്. ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്, കെട്ടിടത്തിന്റെ മുകളിലേക്ക് അവരെ ഒരു സ്പിരിറ്റ് തള്ളിക്കൊണ്ടു പോകും. ശരിക്കും അവർക്ക് ആഗ്രഹമില്ല ആത്മഹത്യ ചെയ്യണമെന്ന്. ഒരു സ്പിരിറ്റ് തള്ളിക്കൊണ്ടു പോവുകയും അതിന്റെ മുകളിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് നീ ചാട് ചാട് എന്ന് നിർബന്ധിക്കുകയും ചാടാതിരുന്നാൽ ഫോഴ്സ് ചെയ്ത് ആ സ്പിരിറ്റ് തള്ളിയിടുകയും ചെയ്യും. അങ്ങനെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആത്മമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പിരിറ്റുകൾ ജയിക്കണമെങ്കിൽ സാധാരണ ഒരു പ്രാർത്ഥനാ ജീവിതം കൊണ്ട് നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. ചില സ്പിരിറ്റുകളുടെ റിബല്യസ് ആയിട്ടുള്ള സ്പിരിറ്റുകളാണ്, നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കില്ല. ക്രോധത്തിന്റെ ആത്മാക്കൾ, ദേഷ്യം, ഭയങ്കര പ്രശ്നങ്ങൾ വീട്ടിനുള്ളിൽ. ഇങ്ങനെയുള്ള പിശാചുക്കളൊന്നും യേശുവിന്റെ നാമത്തിൽ പോകുന്ന അധികാരം ഇല്ലാത്തവരൊന്നും പറഞ്ഞാൽ അവർ പോകത്തില്ല. ഹല്ലേലൂയ. അതിനു വേണ്ടി ഒരു അധികാരവും ശക്തിയും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇങ്ങനെയുള്ള സ്പിരിറ്റുകളെ ജയിക്കാൻ പറ്റില്ല. ചില റാങ്ക് കുറഞ്ഞ സ്പിരിറ്റുകളെയൊക്കെ യേശുവിന്റെ നാമത്തിൽ ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ അവരത് പുറത്തു പോകാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ചില സ്പിരിറ്റുകൾ മാനിഫെസ്റ്റ് ചെയ്യുമെങ്കിലും അത് പുറത്തു പോകാത്തതിന്റെ പ്രധാന കാരണം ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ശുശ്രൂഷകരായിട്ടുള്ളവർ എപ്പോഴും ഫാസ്റ്റിങ്ങോടെ, ഉപവാസത്തോടെ ആയിരിക്കണം നമ്മൾ ശുശ്രൂഷകൾ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്പിരിറ്റ് പൊസസ് ചെയ്തവരെ നമുക്ക് വിടുവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഒരിക്കലും ദൈവരാജ്യത്തിന് അവകാശമാക്കി തീർക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ഒത്തിരി പേർ ചർച്ചിൽ വരുന്നവരും അഡിഷനിലാണ്. ഞാൻ പലരെയും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ ചർച്ചിൽ പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്, വചനവും കേൾക്കുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യും? ചർച്ചിന്റെ ആരാധന കഴിഞ്ഞോടെ നേരെ പോകുന്നത് പരിപാടിക്കാണ്, സിഗരറ്റ് വലി. അവിടെ എല്ലാം ഈ പിശാചുകളാണ്. ഒന്നെങ്കിൽ ഒന്നാമത് വേണ്ടത് അവരാദ്യം ആഗ്രഹിക്കണം അവർക്കൊരു ഡെലിവറൻസ് വേണമെന്ന്. അതിനു മുമ്പേ അവർ മനസ്സിലാക്കണം അവരിൽ ഒരു ദുരാത്മാവ് പൊസസ് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പോൾ അത് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല, ഇതെല്ലാം കള്ളമാണ്, അതെല്ലാം പറഞ്ഞ് അവരൊരു സൈഡിലേക്ക് അങ്ങ് പോകും. ഒരിക്കലും അവർ അംഗീകരിക്കാനായിട്ട് തയ്യാറില്ല. പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, കുടുംബം തകർത്ത് കളയുന്ന പൈശാചിക ശക്തികളുണ്ട്. ഹല്ലേലൂയ. ഒരു കുടുംബത്തെ തകർക്കാൻ മറ്റൊരു കുടുംബം ആഭിചാരം ചെയ്ത്, മന്ത്രവാദം ചെയ്ത് ദുരാത്മശക്തികളെ ഈ കുടുംബത്തിനകത്തേക്ക് പറഞ്ഞു വിട്ടാൽ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ കുടുംബത്തിന് ജയിക്കാൻ കഴിയുന്നില്ല. അവരെ മനസ്സിലാവുന്നുണ്ടോ? വർഷങ്ങളായി ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ഈവിൾ സ്പിരിറ്റുകളെ പുറത്താക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥനാ ജീവിതം അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു മുഴുവൻ സമയവും ഫാസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് കഴിയില്ല.
പക്ഷെ ദൈവത്തോട് കൂടെ ഇരിക്കാൻ നിങ്ങൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ എങ്കിലും ഒരു ദിവസം ഫാസ്റ്റിങ്ങോടെ ഇരിക്കുന്നെങ്കിൽ ദാറ്റ്സ് എനഫ്. കഴിയുന്ന പോലെ ചെയ്യുക, അതേ ഞാൻ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. മുഴുവൻ സമയം അങ്ങ് ഫാസ്റ്റ് ചെയ്യുക, അങ്ങനെ ഞാൻ പറയുകയില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. കാരണം എനിക്കറിയാം എൻ്റെ ബലഹീനതകൾ, നിങ്ങളുടെ അപ്പനറിയാം നിങ്ങളുടെ ബലഹീനതകൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആത്മമണ്ഡലത്തിൽ ദുരാത്മ ശക്തികളെ ജയിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ലെങ്കിൽ ശുശ്രൂഷാ തലത്തിലും കുടുംബ ജീവിതത്തിലും ഒന്നും മുന്നോട്ട് കയറി വരാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അയ്യോ, ഇത്രയും കാലം കൊണ്ട് ഞാൻ ചർച്ചിൽ പോകുന്നു, യേശുവിനെ ആരാധിക്കുന്നു, പക്ഷെ ഒരു വിടുതലില്ലല്ലോ. പലരും എന്നോട് പറയാറുണ്ട്, എന്തില്ല? ഒരു ഡെലിവറൻസ് ഇല്ല, ഒരു വിടുതലില്ല, ഒരു മേഖലകളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുന്നില്ല. പല പ്രശ്നങ്ങളാണ് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസ്, ഡൈവേഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തു, അവരുടെ കുടുംബത്തിൽ ഇത് തന്നെ, അതിനടുത്ത തലമുറയിൽ ഇത് തന്നെ, ഇതിങ്ങനെ റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും, ചില രോഗങ്ങൾ, അതെല്ലാം ഇങ്ങനെ പാരമ്പര്യമായിട്ട് കുടുംബങ്ങളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചിൽ പോകുന്നുണ്ട്, ഓക്കെ, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ നിന്നൊരു വിടുതലില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ ജയിച്ചാലേ കർത്താവിന്റെ രാജ്യത്തിന്റെ വർധനവ് സംഭവിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു ദേശത്ത് വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികളെ ഒക്കെ നമുക്ക് ജയിക്കണമെങ്കിൽ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമാണ്. എത്രയോ തലമുറകളെ എന്നറിയാമോ പിശാച് ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയോ പേർ മൊബൈലുകളുടെ അഡിക്ഷനിലായി അതിനെ നിയന്ത്രിക്കുകയാണ്. പല സ്പിരിറ്റുകളും അതിലൂടെ അവരെ പൊസസ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? മദ്യപാനത്തിന്റെ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ, ഇതിനെല്ലാം ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിയാൽ നിറയ്ക്കുകയും, അഡിക്ഷൻ ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാനായിട്ട് ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സ്വയം രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഒരു പരിധി വരെയൊക്കെ നമുക്ക് സ്വയം മാറ്റിവെക്കാം. ഒരു പരിധി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, ഒരു സ്വഭാവം, ഒരു വേണ്ടാത്ത സ്വഭാവം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അത് പിശാചിനെ ആകർഷിക്കാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഈ പൂവിലൊക്കെ പൂമ്പാറ്റകൾ വന്നിരിക്കാറുണ്ട്. കാരണം ഈ പൂവ് പൂമ്പാറ്റയെ ആകർഷിക്കുന്നു, അതിനുള്ളിലെ തേൻ നുകരാനായിട്ട് ഈ പൂമ്പാറ്റകൾ ഇവിടെ വരുന്നുണ്ട്. അതിനെ ഓടിച്ചു വിടാൻ നമുക്ക് പറ്റില്ല. അതില്ല, പൂമ്പാറ്റ വരാതിരിക്കണമെങ്കിൽ ഇവിടെ പൂ കാണരുത്, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ പിശാച് ആകർഷിക്കപ്പെടുകയും, അവനെ ആകർഷിക്കാൻ പാപത്തിന് കഴിയും. കാരണം പാപം പിശാചിന്റെ വകയാണ്, അത് ദൈവത്തിൻ്റെതല്ല. ഒരു സിൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാൽ എന്ത് ചെയ്യും? പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങളെ പൊസസ് ചെയ്യാനായിട്ട് ഇടയാവുകയും നിങ്ങൾക്ക് പിന്നെ ആ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. വെറുതെ ഒരു രസത്തിനായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഈ മൊബൈലൊക്കെ കണ്ടു തുടങ്ങുന്നത്. സോ ഗെയിംസ് ആയിക്കോട്ടെ, എന്തായാലും ഒരു രസത്തിന് അവരിങ്ങനെ സമയം പോകാൻ വേണ്ടിയൊക്കെ കളിച്ചു തുടങ്ങുന്നതായിരിക്കും. എന്നാൽ നാളുകൾ കഴിയുമ്പോൾ ഇവർക്ക് ഈ മൊബൈലിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. ചില കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളൊക്കെ എന്നെ വിളിക്കാറുണ്ട്, സിസ്റ്ററെ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് സമയമൊക്കെ ഗെയിം കളിക്കുമായിരുന്നു, പിന്നീട് ഈ ഗെയിം കളിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവൻ വീട്ടിലെ സാധനങ്ങൾ അടിച്ച് തല്ലി പൊട്ടിക്കുകയാണ്, സാധനങ്ങൾ എടുത്തെറിയുന്നു, നശിപ്പിക്കുന്നു, അവൻ വയലന്റ് ആകുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ഇത് കിട്ടുന്നവരെ അവൻ ബഹളം ഉണ്ടാക്കുന്നു. ആൺകുട്ടികളും അതെ, പെൺകുട്ടികളും അതെ കേട്ടോ, അതുപോലെയുള്ള കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം, അവരെ ഒരു സ്പിരിറ്റ് പൊസസ് ചെയ്ത് കഴിഞ്ഞു, അവർക്ക് ഇനി ഒരു ഡെലിവറൻസ് വേണ്ടി വരുന്ന നിലവാരത്തിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് പിശാചിന്റെ ചങ്ങലകൾ നമ്മുടെ കുടുംബത്തിനകത്ത് വന്ന് വീഴുന്നത് കൊണ്ടാണ്. ഈ പിശാചിന്റെ ഒരു ബൈബിളുണ്ട്, പൈശാചികമായ ബൈബിൾ. നമുക്കുള്ളതുപോലെ തന്നെ അവൻ്റെതായ ഒരു പുസ്തകമുണ്ട്. ഹല്ലേലൂയ. അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം പറയാം. അതിനകത്ത് നമുക്കുള്ളതുപോലെ കൽപ്പനകൾ അതിനകത്തുമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം എന്നെ പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. നമുക്കൊരു 10 കൽപ്പന ഉള്ളതുപോലെ അവിടെയും കൽപ്പനയുണ്ട്. അപ്പൊ അതിനകത്ത് പിശാച് എഴുതി വെച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ്, ഗൂഗിളിലുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ സാറ്റാനിക് ബൈബിൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് കിട്ടാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾക്കത് കാണാനും പഠിക്കാനും ഒക്കെ കഴിയും. അതിനകത്ത് നിങ്ങൾക്ക് തന്നെ അത് വായിക്കാം. അതിനകത്ത് അവൻ എഴുതി വെച്ചിരിക്കുന്നത് സുഖത്തിന് വേണ്ടി എന്തും ചെയ്യാം, അതൊന്നും പാപമല്ല എന്നുള്ളതാണ്. മനുഷ്യന് പ്ലഷർ, ഫിസിക്കൽ പ്ലഷറിന് വേണ്ടി എന്തും ചെയ്യുന്നതിനെ സാത്താൻ അംഗീകരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് പാപമല്ല, പാപത്തിന്റെ പ്രതിനിധിയാണ് സാത്താൻ എന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പ്ലഷറിന് വേണ്ടി, നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി സിനിമ കാണാം, TV കാണാം, പുറത്തു പോകാം, മദ്യപിക്കാം, ഒന്നും ഒരു തടസ്സവും ഇല്ലെന്ന് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും.
അപ്പോ ദൈവവചനം നേരെ വിപരീതമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വന്തം മോഹങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ആത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കാനാ. അപ്പൊ ഇന്ന് അനേകർ സ്വന്തം മോഹങ്ങൾ വശംപ്പെട്ട് അവരുടെ ഇഷ്ടങ്ങൾ ചെയ്ത് അവർക്കൊരു രസം, ആ രസത്തിൽ അവരെ എല്ലാ തലമുറകളും അതിനകത്തേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ വിടുവിക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഉപവാസത്തിൽ പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിൽ നമ്മൾ യുദ്ധം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ നശിച്ചു പോകുന്ന തലമുറകളെ ഒന്നും വിടുവിക്കാൻ പറ്റില്ല. ഒരു ദേശത്ത് നിങ്ങൾ നോക്കിയാൽ, നിങ്ങളായിരിക്കുന്ന ദേശം നിങ്ങൾ എടുത്തു നോക്കിയാൽ എത്രയോ തലമുറകളാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി കിടക്കുന്നത്. അവരുടെ ചെവിയിലൊന്നും ഇത് കേറുന്ന പോലെയല്ല, കേറുന്നില്ല ഈ പറയുന്ന കാര്യങ്ങൾ പോലും. അവർക്ക് ദേഷ്യമാണ് നമ്മളോട് തോന്നുന്നത്. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു തരാനായിട്ടിടയായി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ അതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞു തന്നോണ്ട്. ഈ മനസ്സിനെ കെട്ടിക്കളയുന്ന, മനസ്സിനെ അന്ധമാക്കുന്ന ഒരു സ്പിരിറ്റ് ആണത്. ഹല്ലേലൂയ. അത് വന്ന് മനസ്സിനെ അന്ധമാക്കിയാൽ അവന് ഇരുട്ടിൽ ജീവിക്കുന്ന അവസ്ഥയാണ്, അവന് വെളിച്ചമില്ലാതായി പോകുന്നു. നമ്മൾ എന്തു പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ അംഗീകരിക്കത്തില്ല, തലമുറകൾ അംഗീകരിക്കത്തില്ല, മദ്യപിക്കുന്ന വ്യക്തികൾ അംഗീകരിക്കത്തില്ല. നമുക്കെതിരെ റിബല്യസ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ പറയാനും ചെയ്യാനുമായിട്ട് ഇടയായി തീരുന്നത് അവരൊരു ബന്ധനത്തിൽ, ഒരു ആത്മാവിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്പിരിറ്റുകളെ നമുക്ക് പൊട്ടിച്ചു കളയണമെങ്കിൽ നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൽ നിന്ന് അധികാരം സ്വീകരിക്കണം. ഹല്ലേലൂയ. പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാനുള്ള ശക്തിയും ബലവും ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങൾക്ക് നൽകി തരാനായിട്ടിടയാകും. അങ്ങനെയുള്ള സ്പിരിറ്റുകളെ അഴിച്ചു കളയാനുള്ള ഒരു ബലത്തോടെ നമ്മൾ എഴുന്നേറ്റാലേ നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ ചർച്ചുകളൊക്കെ സ്വതന്ത്രമാകത്തുള്ളൂ. ഹല്ലേലൂയ. ചർച്ചുകളിൽ ഉണർവ് വരത്തുള്ളൂ. ഒരിക്കലും ഒരു ചർച്ചിൽ ഒരു സ്പിരിറ്റ് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനാണ് പറഞ്ഞത്, ഞാനാണ് ഇവിടുത്തെ ഉണർവിനെ തടയുന്നതെന്ന്. ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി ഞാനാ ഇവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാം തടഞ്ഞു വെക്കുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് പറയാനായിട്ടിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദുരാത്മ മണ്ഡലങ്ങളെ നമുക്ക് ജയിക്കാൻ മനുഷ്യരോട് നമ്മൾ വെല്ലുവിളിച്ചിട്ടോ അല്ലെങ്കിൽ ആത്മമണ്ഡലങ്ങൾക്ക് വെളിയിൽ നമ്മൾ ജഡത്തിലും രക്തത്തിലും പോരാടിയിട്ടോ ഒരു കാര്യവുമില്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവേ എനിക്ക് ആ റലങ്ങളെ തകർക്കാനുള്ള അധികാരവും അഭിഷേകവും തരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്പിരിറ്റുകളെ നിങ്ങൾക്ക് ജയിക്കാനും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ദേശത്തെയും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും സ്വതന്ത്രമാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഉപവാസത്തിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, യേശുവിന്റെ മാതൃക പിന്തുടരാൻ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുകയുണ്ടായി, പിശാചിന്റെ പദ്ധതികളെ ജയിക്കുവാനും അവന്റെ മേൽ അധികാരത്തോടെ എഴുന്നേൽക്കാനും നമുക്ക് ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. പിശാചിന്റെ തല തകർക്കുവാനായിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട്. ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഏതോ എപ്പിസോഡുകളിൽ പറയുകയുണ്ടായി, ഉപവസിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദുരാത്മാക്കൾ എൻ്റെ റൂമിൽ വന്ന് ഉപവാസം നിർത്താൻ വേണ്ടുന്നത് എല്ലാം ചെയ്യാനായിട്ടൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. അവർക്ക് ദേഷ്യമാണെന്ന് പറയാനായിട്ടിടയായി. അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന പൈശാചിക മണ്ഡലങ്ങളെ കുലുക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറെടുത്താട്ടെ, കഴിയുന്നത് പോലെ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷയിലെ നിയോഗങ്ങൾ വെളിപ്പെടുന്നു. ദൈവിക വിളിയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും നിങ്ങൾ പ്രവേശിക്കുന്നു. നിങ്ങൾ ഒരു പക്ഷേ എന്താണ് എൻ്റെ വിളിയെന്നോ എന്താണ് എൻ്റെ തിരഞ്ഞെടുപ്പെന്നോ അറിയില്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശുശ്രൂഷ നിയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായിട്ടിടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:2. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് രണ്ടുപേരെ വേർതിരിക്കാൻ അവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. വായിച്ചോളൂ. ബർന്നബാസിനെയും ശൗലിനെയും അപ്പൊ പരിശുദ്ധാത്മാവ് പറയുകയാണ്. എപ്പോഴാ ശുശ്രൂഷ നിയോഗം വെളിപ്പെട്ടത്, എപ്പോഴാണ് ആ തിരഞ്ഞെടുപ്പ് എപ്പോഴാണ് നടന്നതെന്ന് ചോദിച്ചാൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോഴെന്നാ പറയുന്നത്. ഉപവാസത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ആരാധന അല്ലെങ്കിൽ വർഷിപ്പ്. നമ്മൾ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഞാൻ അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ആരാധിക്കണം. നിങ്ങൾ 2 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്നാൽ 1 മണിക്കൂറെങ്കിലും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കണം, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. സ്തുതിയും
സ്തോത്രവും അവിടെ ഉയരുമ്പോൾ ഹെവൻലി പോർട്ടൽസ് അവിടെ ഓപ്പൺ ആയി തീരാനായിട്ട് ഇടയാകുന്നു. ഏഞ്ചലിക് റെലംസ് അവിടെ ഓപ്പൺ ആയി തീരുവാനായിട്ട് ഇടയാകുന്നു. ഹല്ലേലൂയ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അവർ ഉടനെ അവരെ പറഞ്ഞയച്ചില്ല. ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് കാണാം വലിയ ഉണർവ സംഭവിക്കുന്നത് അവിടെ. ഹല്ലേലൂയ. അപ്പോ ഓരോ ശുശ്രൂഷകർ എഴുന്നേൽക്കണമെങ്കിൽ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമല്ലേ? നമ്മുടെ തിരഞ്ഞെടുപ്പിലേക്ക്, നമ്മുടെ ദൈവവിളിയിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ? തീർച്ചയായും പലർക്കും ദൈവവിളിയുണ്ട്. ഹല്ലേലൂയ. പലർക്കും ഒന്നല്ല, എല്ലാവർക്കും തന്നെ. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊയ്ക്കോളാം, എനിക്ക് ഈ ലോകത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ മതി, ഈ ലോകത്തിൽ ഒരു ജോലി മതി, ഈ ലോകത്തിൽ കുറച്ച് സമ്പാദ്യം മതി, ലോകത്തിൽ കുറച്ച് വസ്തു മതി, ലോകത്തിൽ കുറച്ച് വീട് മതി, എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മതി, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്കൊരിക്കലും ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിങ്ങൾ വന്ന് കർത്താവേ, എന്താണ് എൻ്റെ തെരഞ്ഞെടുപ്പ്, എന്താണ് എൻ്റെ വിളി, അതൊന്ന് എനിക്ക് റിവീൽ ചെയ്തു തരണം എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ആ വിളിയിലേക്ക്, ആ തെരഞ്ഞെടുപ്പിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ദൈവവിളി അറിയാനല്ല ഇരുന്നെങ്കിലും ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കാനായി തുടങ്ങിയപ്പോഴാണ് എൻ്റെ തെരഞ്ഞെടുപ്പ്, എൻ്റെ വിളിയും അത് വെളിപ്പെട്ട് വരാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, വളരെ വിലപിടിപ്പുള്ള മുത്തുകളൊക്കെ ചെളിക്കടിയിൽ പൊതഞ്ഞു കിടന്നാൽ നമ്മളത് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് അതിനെങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് മനോഹരമായിട്ടുള്ള പേളായിട്ട് ഒക്കെ നമ്മുടെ കയ്യിൽ ലഭിക്കാറുണ്ട്. വില പിടിച്ചുള്ള നിധികൾ മണ്ണിനടിയിൽ ചെളിയിലായി കിടന്നാൽ ഒരിക്കലും നമുക്കത് അതിൻ്റെ ശ്രേഷ്ഠതയോ മൂല്യമോ മനസ്സിലാകില്ല. അതുപോലെ പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തിൽ ഈ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന പോലെയാണ് പല നിധികളും നിങ്ങളുടെ കോളിംഗ് ഒക്കെ കിടക്കുന്നത്. അതിൻ്റെ മാറ്റോടുകൂടി വെളിപ്പെട്ട് വരാത്തതിന്റെ പ്രധാന കാരണം ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ആ കോളിംഗിൽ നമ്മൾ ബലപ്പെടണമെങ്കിലും ശക്തിപ്പെടണമെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കണമെങ്കിലും ഒക്കെ ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും ഉറപ്പായും സഭയായി ഉപവാസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ശുശ്രൂഷകളിൽ വേർതിരിക്കുമ്പോഴും ഒക്കെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് ബൈബിളിൽ കാണാം. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ലൂക്കോസിന്റെ ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. രാത്രി മുഴുവൻ താൻ പ്രാർത്ഥിക്കുക, മലയിൽ പോയിട്ട്. ഓക്കെ. നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു 12 പേരെ തിരഞ്ഞെടുത്തു. ഓക്കെ. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേരില്ല. അപ്പോൾ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സ്വർഗവുമായി ഒരു കമ്മ്യൂണിക്കേഷനിൽ രാത്രി മുഴുവൻ ഏർപ്പെട്ടു. രാത്രി മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. രാത്രി മുഴുവൻ ആ മലയുടെ മുകളിൽ പോയിരുന്ന കർത്താവ് പ്രാർത്ഥിച്ചു. അതുപോലെ ശുശ്രൂഷയ്ക്ക്, തെരഞ്ഞെടുപ്പ്, വിളി, അതിനെല്ലാം മുമ്പ് ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയൊക്കെ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അവിടെയും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളോ അവിടെ പൗലോസ് പറയാണ്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കുമെന്ന്. അപ്പൊ ശുശ്രൂഷ ചെയ്യുന്നവർ പ്രാർത്ഥന നിങ്ങൾ കണ്ട അതിൽ ഉറ്റിരിക്കുക അവര്. ഓക്കെ. ബാക്കി വെച്ചു. ഞങ്ങളോ പ്രാർത്ഥനയിലും വചനയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു.
ആ ബോധ്യമായി ആ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ ആ സ്തെഫാനോസ് ഫിലിപ്പോസ് സ്തെഫാനോസ് ഫിലിപ്പോസ് ആ ആ യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാളെ നിയോഗിക്കുവാൻ പ്രാർത്ഥനയോടെ കൈവച്ചു. അതിനു മുമ്പ് പൗലൂസ് പറയുകയാണ്, ഉപവാസത്തിലും പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരുന്നു അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ. ഒരാൾ ശുശ്രൂഷ നിയോഗം കൊടുക്കുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥനയോടെ മാത്രം അവിടെ ചെയ്തിരുന്നതായിട്ട് കാണാം. 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനം പരന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷ നിയോഗങ്ങൾ വെളിപ്പെടുന്നതിനനുസരിച്ച് മറ്റുള്ളവരെ വേർതിരിക്കുമ്പോൾ നമുക്കവിടെ ഉണർവ് കാണാനായി പറ്റുന്നു. ദൈവവചനം പരക്കാനായി കഴിയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശുശ്രൂഷയിലെ നിയോഗങ്ങൾ വെളിപ്പെടുവാനും ദൈവിക പദ്ധതിയിലേക്ക് കയറി വരുവാനും ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഉപവാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉറപ്പായും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ധ്യാനിക്കണം. 1 മുതൽ അവസാനം വരെ ധ്യാനിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ എല്ലാ പേജിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചവരുടെ തലയിൽ കൈവച്ചു, പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, പ്രാർത്ഥിച്ചപ്പോൾ വാതിലുകൾ തുറന്നു, പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് സ്വതന്ത്രമായി. അയ്യോ, എന്തെല്ലാം കാര്യങ്ങൾ! എല്ലായിടങ്ങളിലും ഇതേ ഉള്ളൂ. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുക, അധ്യായങ്ങളായി ധ്യാനിക്കുക. അതിനകത്ത് നമുക്ക് മനസ്സിലാവും സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ അത്ഭുതം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ആ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ ഓരോ പേജ് ബൈ പേജ് ആയിട്ട് ഞാൻ 1-2 ഭാഗങ്ങൾ അതിൽ നിന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാ എത്രത്തോളം പ്രാധാന്യം ആ പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതിന്റെ 14-ാം വാക്യത്തില് മറിയയോടും കൂടെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനപ്പെട്ട് അവർ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. എന്തിനു വേണ്ടിയാണ് അവിടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയാനായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയാൻ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം തരും, പക്ഷെ അതിന്റെ നിറവും അതിന്റെ ശക്തിയാൽ നിറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ആത്മാവിന്റെ നിറവുള്ളവനായി ആയിട്ടാണ് മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കാനായി നടത്തപ്പെട്ടത്. എന്നാൽ ആ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് താൻ പുറത്തു വന്നത് ആത്മാവിന്റെ ശക്തിയോടുകൂടെയായിരുന്നു, അതോറിറ്റിയോടുകൂടെയായിരുന്നു, അധികാരത്തോടുകൂടിയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ ശക്തിയാൽ നിറയാൻ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. യേശു അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിനാന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ യെരുശലേം വിട്ട് വാങ്ങിപ്പോകരുത്. ഞാൻ 40 നാളോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ പോവുകയാണ്. എന്നാൽ നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം. കാത്തിരിക്കേണ്ടത് എന്തിനാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ ശിഷ്യന്മാർ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അതാണ്. ഒരു മനപ്പെട്ട് അവർ യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ ആ വാഗ്ദത്തത്തിനായി കാത്തിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ ആ കാലത്ത് 120 പേർ അടങ്ങുന്ന ഒരു സംഘം കാത്തിരുന്നപ്പോഴാണ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ശക്തിയായി എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുകയും പരിശുദ്ധാത്മാവ് ആ വീട് മുഴുവൻ നിറയ്ക്കുകയും അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു മനപ്പെട്ടുള്ള പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിറവിനെയും കൊണ്ടുവരും. ഒറ്റയ്ക്കും കൂട്ടമായും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അതിന്റെ 25-ാം വാക്യത്തിലും പ്രാർത്ഥനയോടുകൂടെ അവര് മറ്റൊരു ശിഷ്യനെ തിരഞ്ഞെടുക്കാൻ 12 പേരെ തികയ്ക്കുവാനായിട്ട് അവിടെ പ്രാർത്ഥനയോടുകൂടെ ചീട്ടിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം വായിക്കുമ്പോഴും അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ പേജിലും ആ പ്രാർത്ഥനയുടെ കാര്യം എല്ലാ അധ്യായങ്ങളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് പറയാനായിട്ടാണ്
ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ 4-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പൊ ആത്മാവിന്റെ ശക്തിയോട് നിറയാനും ദൈവവചനം സധൈര്യം പ്രസ്താവിക്കാനും ഉപവാസത്തോടുകൂടിയ പ്രാർത്ഥന ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരു ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ദൈവവചനം പറയാനെന്നല്ല, ഒന്നും പറയാൻ പ്രത്യേകിച്ച് ധൈര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഞാൻ ആർജിച്ച ശേഷമാണ് ദൈവവചനം ശക്തിയോടെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലാത്ത ഒരാളായിക്കോട്ടെ, സുവിശേഷം അറിയിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ആയിക്കോട്ടെ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിങ്ങൾ ഇരുന്നാൽ ദൈവവചനം ശക്തിയോടെ നിങ്ങൾ പ്രസ്താവിക്കാൻ കഴിയുന്നവരാകും. നിങ്ങൾ വചനം പ്രസ്താവിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കും, ദുരാത്മാക്കൾ മാനിഫെസ്റ്റ് ചെയ്ത് പുറത്തു പോകും. ഹല്ലേലൂയ. എല്ലാത്തിന്റെ ഉറവിടമെന്ന് പറയുന്നത് പ്രാർത്ഥനയാ, ശക്തിയേറിയ പ്രാർത്ഥന. നമ്മൾ ഫിസിക്കൽ മണ്ഡലത്തിൽ നമ്മൾ വെളിപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ആരും അറിയാത്തിടത്ത് അറയിൽ കയറി വാതിലടച്ച് സ്വർഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ദുരാത്മാക്കൾ പേടിച്ചോടാനായിട്ട് ഇടയായി തീരും, രോഗികൾ സൗഖ്യമാകും, ജനങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിലെ ഫൈറ്റ് ആദ്യം ചെയ്യുക, പിന്നെ ഫിസിക്കൽ റലത്തിലേക്ക് വരിക. ഇന്നെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ റലത്തിൽ അങ്ങ് ഫൈറ്റാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുമില്ല, ഒരു കാര്യങ്ങൾ ചെയ്യുന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിശാചിനെ ജയിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിന്റെ ശക്തിയെ ധരിക്കാൻ നമുക്ക് എന്താവശ്യമാണ്? ഉപവാസം ആവശ്യമാണ്. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അപ്പോൾ ആ ശക്തി പുതുക്കണ്ടേ നമുക്ക്? ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് കൂടെ ഇരുന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആ സന്നിധിയിൽ ഇരുന്ന് ആ ബലത്തെ ധരിക്കുക. ദൈവവുമായി ഒന്നായി ചേരുന്ന നിമിഷങ്ങളാണിത്. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ ശക്തിയെ പുതുക്കുന്നത്, ബലത്തെ ധരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാനും ജയിക്കാനും കഴിയണമെങ്കിൽ ദൈവ സന്നിധിയിൽ നിന്ന് ബലം പ്രാപിക്കുന്നവരായി നിങ്ങൾ തീരണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം യേശുവിന്റെ മാതൃക പിന്തുടരാണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയാനായിട്ട് ഇടയായി, പിശാചിന്റെ പദ്ധതികളെ ജയിക്കുവാനും പിശാചിന്റെ മേൽ അധികാരത്തോടെ എഴുന്നേൽപ്പിക്കാനും അവന്റെ തന്ത്രങ്ങളെ തകർക്കാനും അവന്റെ തലയെ തകർക്കുവാനും എല്ലാം നമുക്ക് ഉപവാസത്തിൽ ശക്തി ആർജിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, ശുശ്രൂഷ നിയോഗങ്ങൾ വെളിപ്പെടാനും ദൈവവിളിയിലേക്കും ദൈവ തിരഞ്ഞെടുപ്പിലേക്കും കയറി വരുവാനും ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമാണ്. നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് നമ്മൾ പുറപ്പെട്ടു വരാനായി പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ വെളിപ്പെടുവാനായി ഒക്കെ നമുക്ക് ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന അത്യാവശ്യമാണ്. അഞ്ചാമത്തെ കാര്യം, ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഭവനത്തിലെ അന്തരീക്ഷം മാറ്റുന്നു, ഉണർവ് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭവനം ഉണർവിന്റെ ഭവനമായി മാറും. നിങ്ങൾ ഉണർവ് കാണും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഒറ്റയ്ക്കാണ്. അന്ന് ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അന്നൊരു ഉണർവിന് വേണ്ടി അല്ല ഞാൻ ഫാസ്റ്റ് ചെയ്തത്, പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ആദ്യമായി ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് ദൈവശബ്ദം കേൾക്കാൻ കഴിയും എന്ന് ആരുടെ ശബ്ദം കേൾക്കാനില്ലാതായപ്പോൾ ഞാൻ അങ്ങനെ ഫാസ്റ്റിംഗ് തുടങ്ങിയ ആളാണ്. ഹല്ലേലൂയ. എന്നാൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവിനോട് കൂടെ ഞാൻ ചേർന്നിരിക്കാൻ തുടങ്ങിയപ്പോൾ ശുശ്രൂഷ നിയോഗങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. എന്നോട് കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. നീ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയാൻ തുടങ്ങി. എൻ്റെ ഭവന ഉണർവിൻ്റെ ഒരു ഭവനമായി തീർന്നു. എൻ്റെ കുടുംബം മാറി, ഹസ്ബൻഡ് മാറി, കുഞ്ഞുങ്ങൾ മാറി. ഈ ഭവനത്തിൽ അനേകർ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ ഒരു ആരാധന ആലയമായി വെളിപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൊർന്നല്യോസിനെ നമുക്ക് കാണാനായി കഴിയും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കൊർന്നല്യോസിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം നിങ്ങൾ സമയമുള്ളപ്പോൾ മുഴുവനും ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ വായിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഹല്ലേലൂയ. ഒരു വരി മാത്രം വായിക്കാനായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1 മുതൽ. കൈസരിയ ഇത്താലികൾ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകും. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എപ്പോഴും ആ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. രാത്രിയിൽ പ്രാർത്ഥിച്ചെന്നല്ല, വൈകുന്നേരത്ത് പ്രാർത്ഥിച്ചെന്നല്ല, ഉച്ചയ്ക്കും പ്രാർത്ഥിച്ചെന്നല്ല, എപ്പോഴും. ഹല്ലേലൂയ. ഉറപ്പായിട്ട് ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടാവില്ലേ? ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കുക.
എപ്പോഴും പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? എപ്പോഴും പ്രാർത്ഥിക്കണം, മടുത്തുകൂടാതെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ജാഗരിക്കണം. ഹല്ലേലൂയ. അപ്പൊ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ആ മനുഷ്യന് ദൈവത്തിന്റെ വിഷന്റെ തലം ഓപ്പൺ ആകുകയാണ്. ഒരു ഓപ്പൺ വിഷൻ ഉണ്ടാകുകയാണ്. ദൂതൻ ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രാർത്ഥിക്കുന്ന ഒരുവന് ദർശനങ്ങളുടെ വാതിൽ തുറക്കപ്പെടുന്നു. അപ്പൊ ആറാമത്തെ കാര്യം എന്താണ്? പ്രാർത്ഥിക്കുന്ന ആളിന് ദർശനങ്ങൾ കാണാൻ കഴിയുന്നു, സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, ഏഞ്ചലിക് റെലംസ് ഓപ്പൺ ആകുന്നു. ഏഞ്ചൽസിന്റെ വിസിറ്റേഷൻ ഉണ്ടാവും പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക്. ഹല്ലേലൂയ. ഏഞ്ചൽസിനെ കാണാൻ കഴിയും. ഏഞ്ചൽസ് വന്ന് സന്ദേശം അറിയിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവിടെ ഒരു ദൂതൻ വരുന്നത് സ്പഷ്ടമായി കാണുകയാണ്. അവിടെ തോൽക്കൊല്ലനായ ശീമോൻ എന്നിവരോടുകൂടെ പാർക്കുന്ന പത്രോസിനെ വിളിപ്പിക്കാനായിട്ട് ദൂതൻ പറയുകയാണ്. അതനുസരിച്ച് പത്രോസിനെ വിളിപ്പിക്കുകയാണ്. അവിടെ 9-ാം വാക്യത്തിൽ, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. പ്രാർത്ഥിപ്പാൻ ഉയരത്തിലേക്ക് ആര് കയറുവാണ്? പത്രോസ് കയറാണ്. അപ്പോ പത്രോസിന് അപ്പോൾ ഒരു ദർശനം ഉണ്ടാവുക, ഒരു വിഷൻ ഉണ്ടാവുക. അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് എന്തുണ്ടാവും? ദർശനങ്ങൾ ഉണ്ടാവും. ദൈവം കാര്യങ്ങളെ കാണിക്കും. എന്താ നീ നെക്സ്റ്റ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുന്ന ആളാണോ? ദർശനത്തിന്റെ വാതിൽ തുറക്കാൻ പോവാണ്. ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നോ? ഒന്നിനും വേണ്ടിയെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ, കർത്താവ് എനിക്ക് ആ ശക്തിയാൽ നിറയണമെന്ന് പറയുന്നെങ്കിൽ, അങ്ങയുടെ വേല ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുന്നെങ്കിൽ, ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വാതിലുകളെ, റെലങ്ങളെ ദൈവം നിങ്ങൾക്ക് തുറന്നു തരാനായിട്ട് പോകുന്നു. വെൺമാടത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയ പത്രോസിന് ദർശനം ഉണ്ടാകുക. ഹല്ലേലൂയ. പത്രോസ് അവിടെ കാണുകയാണ്. ജാതികളോട് സുവിശേഷം അറിയിക്കേണ്ട പ്രാധാന്യത്തെ ദൈവം ഒരു ദർശനത്തിലൂടെ പത്രോസിന് കാണിച്ചു കൊടുക്കുകയാണ്. പത്രോസ് സംശയിക്കാതെ ആ ദർശനം കണ്ടതുകൊണ്ട് അവരുടെ കൂടെ പോവുകയും കൊർന്നല്യോസ് ഭവനത്തിൽ കൊർന്നല്യോസ് വിളിച്ചു കൂട്ടിയിരുന്ന 24-ാം വാക്യത്തിൽ കാണുന്നു. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും സ്നേഹിതന്മാരെയും ഒക്കെ കൂട്ടിവരുത്തിയെന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിൽ ചർച്ചക്കാരും സ്നേഹിതന്മാരും ആ ദേശം മുഴുവൻ ഇളകി വരും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വരികയും പത്രോസ് അവിടെ വന്ന് വചനം പ്രസ്താവിക്കുകയും അവിടെയുള്ള ജാതികളുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകരുകയും റിവൈവൽ, അവിടെ ഒരു ഉണർവ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഭവനം ഒരു ഉണർവിന്റെ ഭവനമായി തീരണമെന്ന്? ഫാസ്റ്റ് ആൻഡ് പ്രേ. ഹല്ലേലൂയ. ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനം ഉണർവ് വഹിക്കുന്ന ഭവനമാകും. ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന ഭവനമാകും അത്. ഹല്ലേലൂയ. ദേശത്തെ വിടുവിക്കുന്ന ഭവനമായി നിങ്ങളുടെ ഭവനം മാറും. നിങ്ങൾ എവിടെ ആയിരുന്നു കൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല സഹോദരങ്ങൾ, അത് ദൈവം തരും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ എൻ്റെ റിലേറ്റീവ്സ് യേശുവിനെ അറിയാത്തവർ അറിയട്ടെ, എൻ്റെ ദേശം ഇരുട്ടില കാണട്ടെ, അവർ യേശുവിനെ കാണട്ടെ. എൻ്റെ കുടുംബം ഇരുട്ടില, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളാ, എൻ്റെ തലമുറകൾ ഇരുട്ടില, പ്രാർത്ഥിക്കവർക്ക് വേണ്ടി. ഹല്ലേലൂയ. ഫാസ്റ്റിംഗോടെ ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവം നിങ്ങളെ ശക്തിയാൽ നിറച്ച്, നിങ്ങളെ അഭിഷേകത്താൽ നിറച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇതിനൊക്കെയാ നമ്മൾ ഉപവസിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. മെറ്റീരിയൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ നൽകി കൊടുക്കുന്നില്ലേ? തീർച്ചയായും അതെല്ലാം ദൈവം നമുക്ക് നൽകി തരും. നമ്മുടെ സന്നിധി ബ്ലോക്ക് ഇടുന്നത് ഈ പൈശാചിക മണ്ഡലങ്ങൾ, അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്താലല്ലേ അത് വരത്തുള്ളൂ. ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിനായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരു 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് ചുരുക്കിയാണ് പറഞ്ഞത്, സമയത്തിന്റെ കുറവ് കൊണ്ടാണ്. 5-ാമത്തെ കാര്യം എന്താ? പ്രാർത്ഥിക്കുന്ന ഭവനം, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾ ഉണർവ് കാണാനായിട്ട് ഇടയായി തീരും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദർശനങ്ങളുടെ വാതിലുകളെ തുറക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 9:12 അനന്യാസിനെ ദർശനത്തിൽ പൗലൂസ് കാണുന്നു. 3 ദിവസം ഭക്ഷണമോ പാനീയമോ ഒന്നും കഴിക്കാതെ പൗലൂസ് എൻകൗണ്ടറിന് ശേഷം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അനന്യാസ് എന്ന ദൈവമനുഷ്യൻ തന്റെ അടുക്കൽ വരുന്നത്, കാഴ്ച പ്രാപിക്കുന്നതെല്ലാം പൗലൂസ് ദർശനത്തിൽ കാണുകയാ. സോ ഈ കണ്ണ് ബ്ലൈൻഡാ, പിന്നെ എങ്ങനെയാ കാണുന്നേ? ആ വെളിച്ചം വന്ന് അടിച്ചത് മൂലം തന്റെ ഫിസിക്കൽ ഐസ് ബ്ലൈൻഡ് ആയി പോയി. എന്നാൽ പൗലൂസ് കണ്ടു എന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. പിന്നെ ഏതായി കൊണ്ടാ കണ്ടത്? സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആയി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിലെ കണ്ണുകൾ തുറന്ന് വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ദൈവം കാണിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പ്രാർത്ഥന ദർശനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും തലങ്ങളെ നമുക്ക് തുറന്നു തരുന്നു. എൻജലിക് വിസിറ്റേഷൻസും എൻജലിക് റെലംസും ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനയിൽ ഓപ്പൺ ആകുന്നു. ഹല്ലേലൂയ.
അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തില് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ദൂതൻ വിടുവിക്കുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൂതൻ ഇറങ്ങി ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനകൾ ദൈവദൂതന്മാരെ ചലിപ്പിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏഞ്ചൽസിനെ റിലീസ് ചെയ്യുന്ന സമയമാണത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു 7 കാര്യങ്ങൾ പറഞ്ഞു. ഫർദർ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അറിയിക്കുന്ന പക്ഷം ഞാൻ പറയുന്നതാണ്. എല്ലാം ഒന്നും പറഞ്ഞു തീർന്നിട്ടില്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത് രഹസ്യത്തിലുള്ള ദൈവവുമായി ഒന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ മനുഷ്യരെ കാണിക്കേണ്ടതിനോ മനുഷ്യരെ അറിയേണ്ടതിനോ ഒന്നും നമ്മൾ ഉപവാസിക്കേണ്ട കാര്യമല്ല. ആത്മാവിൽ വളരുന്നവരോട് അതിനെപ്പറ്റി പറഞ്ഞാൽ അവർ അത് അംഗീകരിക്കും. എന്നാൽ നമ്മൾ രഹസ്യത്തിൽ ഉപവസിക്കുന്നവരായാൽ പരസ്യത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നവരായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ, ബലം നൽകട്ടെ. ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒന്ന് യേശുവിന്റെ മാതൃക പിന്തുടരാൻ നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് പറഞ്ഞു. 2-ാമത്തെ കാര്യം പറഞ്ഞു, പിശാചിന്റെ അധികാരങ്ങളെ തകർത്തുകൊണ്ട് എഴുന്നേൽക്കാനായിട്ട്, അവന്റെ പദ്ധതികളെ ജയിക്കാനായിട്ട് നമുക്കത് ആവശ്യമാണെന്ന് പറഞ്ഞു. 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ശുശ്രൂഷയിലെ നിയോഗങ്ങൾ വെളിപ്പെടാനും ദൈവവിളിയിലേക്കും ദൈവ തിരഞ്ഞെടുപ്പിലേക്കും നമുക്ക് പ്രവേശിക്കാനും അത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ ആവശ്യമാണ്. നിങ്ങളുടെ ഭവനവും ദേശവും ഒരു ഉണർവ് കാണാൻ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമാണ്. ദർശനങ്ങളുടെ സ്വപ്നങ്ങളുടെ റലങ്ങൾ തുറന്നു കിട്ടാൻ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമാണ്. എൻചാലിക് റലംസ് ഓപ്പൺ ആകാനായിട്ട് നമുക്ക് ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനകൾ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവാം. ഹല്ലേലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഉപവാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഒരു ക്ലാസ് കൂടി കർത്താവ് ഞങ്ങളോട് സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. ദൈവത്തിന്റെ അത്ഭുതകരം ഇപ്പോൾ ചലിക്കണം. ആരെല്ലാമാണോ കർത്താവേ എനിക്ക് ഉപവാസത്തോടു കൂടെ പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കുന്നത്, അവർക്ക് ദൈവം ശക്തിയും ബലവും കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയാൻ, പിശാചിന്റെ ശക്തികളെ തകർത്ത് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തെ എൻ്റെ ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേശവും ഭവനവും ഉണർവ് കാണാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുതകരങ്ങൾ പ്രിയ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം. ആത്മാവിന്റെ ശക്തിയാലെ ഓരോ മക്കളെയും നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ അത്ഭുതകരങ്ങൾ ഇപ്പോൾ തൊട്ടല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവെ, അടുത്തൊരു പുതിയ വർഷം അനുഗ്രഹത്തിന്റെയും നന്മകളുടെയും വർഷമാക്കി പ്രിയ മക്കളുടെ ജീവിതത്തിൽ ദൈവം തീർക്കണം. പ്രാർത്ഥനയിൽ ഉപവാസത്തോടെയും ശത്രുവിന്റെ തലങ്ങളെ ജയിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം തീർക്കണം. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. വീണ്ടും അടുത്ത ദിവസം നമ്മൾ കാണുന്നവരേക്കും ദൈവത്തിന്റെ കൃപയും മാറ്റമില്ലാത്ത സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. you